ആശുപത്രിയിലുള്ള മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് വി.എസ്. ഇന്ന് രാവിലെ പുറപ്പെടുവിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകുമെന്നാണ് അധികൃതർ പറയുന്നത്. ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, നിലവിൽ വി.എസിന്റെ ആരോഗ്യനില ഏത് രീതിയിലാണ് തുടരുന്നത്? അതുപോലെ തന്നെ ഇന്ന് എപ്പോഴാകും ആ മെഡിക്കൽ ബുള്ളറ്റിൻ പുറപ്പെടുവിക്കുക? സ്വാതി, ഇന്നലെ വി.എസിന്റെ മകൻ അരുൺകുമാർ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത് അച്ഛൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ്. ആ പുരോഗതിയിൽ മാറ്റമില്ലാതെയാണ് നിലവിൽ തുടരുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് രക്തസമ്മർദ്ദവും അതിനോടൊപ്പം തന്നെ വൃക്കയുടെ പ്രവർത്തനവുമെല്ലാം സാധാരണ നിലയിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തുടർച്ചയായി ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തായാലും വരുന്ന 72 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 72 മണിക്കൂർ നിരീക്ഷണ സമയം ഇപ്പോഴും തുടരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മെഡിക്കൽ സംഘം അദ്ദേഹത്തിന്റെ ആരോഗ്യനില വിലയിരുത്തുകയാണ്. കൂടാതെ ഇന്ന് രാവിലെ 10:30 ഈ മെഡിക്കൽ സംഘത്തിന്റെ ആശുപത്രിയിലുള്ള മെഡിക്കൽ സംഘത്തിന്റെ ഒരു യോഗം ചേരുന്നുണ്ട്. എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള യോഗമുണ്ട്. അതിനുശേഷമാണ് അവർ ഔദ്യോഗികമായിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പുറപ്പെടുവിക്കുന്നത്. എന്തായാലും രാവിലെ 10:30 തന്നെ ഈ മെഡിക്കൽ ബുള്ളറ്റിൻ വരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ വി.എസിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ എന്തായാലും വ്യക്തമാക്കുന്നത്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെന്റിലേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വി.എസിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തെ പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് 5ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും നിർണായകമായ മെഡിക്കൽ ബുള്ളറ്റിൻ അടുത്ത മണിക്കൂറുകളിൽ തന്നെ വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വാതി. ശരി ഹാൻസ് ജോൺ. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില നേരിയ പുരോഗതി ഇന്നലെ കണ്ടിരുന്നു. ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വരും. അതിലാണ് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരിക. ആ വിവരങ്ങളാണ് ഹാൻസ് ജോൺ നൽകിയത്.